നാത്തൂൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ദാൽ ഫ്രൈയുമായിട്ടാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഈ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് തുമരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം. വാഷ് ചെയ്തെടുത്ത തുമരപ്പരിപ്പ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് അളന്ന ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ലേശം ഉപ്പിടാം, 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. 2 തുള്ളി ഓയിൽ കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ കൊടുത്താൽ മതിയാവും. അപ്പോഴത്തേക്ക് പരിപ്പ് വെന്ത് കിട്ടും. പരിപ്പ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് വെന്തിരിക്കുന്നതുകൊണ്ട് ഇതിനെ ഉടയ്ക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. വാം വാട്ടറിൽ നമുക്ക് കുക്കറൂടെ കഴുകി അതിനകത്തിട്ട് ഒഴിച്ചു കൊടുക്കും. ഇതിനൊരു കടുക് താളിക്കാം. ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നല്ല ജീരകം സ്വല്പം ഇട്ട് കൊടുക്കുക. അതോടൊപ്പം 1 നുള്ള് ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. സവാള പൊടിയായിട്ട് അരിഞ്ഞാണ്. 2 സ്പൂൺ സവാള അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഉണക്കമുളക് ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത്. ഇതും ജസ്റ്റ് ഒന്ന് പാടിയാൽ മതി. അതിലേക്ക് ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പരിപ്പിന് ഉപ്പിട്ടതാണ്, അപ്പോൾ അത് കണക്കാക്കിയേ ഇതിന് ഉപ്പ് ഇടാവുള്ളൂ. ഇനി ഞാൻ ഇടുന്നത് ഒരു തക്കാളിയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞാണ്. അതുകൂടി നമുക്ക് ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം. തക്കാളി ഒരുപാടൊന്നും വഴന്നൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. വലിയ അരിഞ്ഞതുകൂടി ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കാം. തീരപ്പൊടിയായിട്ട് അരിഞ്ഞ ഒരു പച്ചമുളക് കൂടി ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഇട്ടാൽ മതി. പച്ചമുളകും തക്കാളിക്കൊക്കെ അതിൻ്റെ ഒരു പച്ച കടിക്കണം, ആ രീതിക്ക് ഇട്ടാൽ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ വറുത്ത് വെച്ചിരിക്കുന്ന മസാല എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി അടച്ചു വെച്ചാൽ മാത്രം മതി. നമ്മൾ കഴിക്കാൻ നേരം മാത്രം ഇതൊന്ന് ഇളക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.